ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് മണത്തങ്കാളിയുടെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കായ കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ ഇല നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മണത്തങ്കാടിയിലെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മണത്തങ്കാളിയുടെ കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണം, പൊട്ടിത്തെറിക്കരുത് മേലേക്ക്. ഇത് നന്നായിട്ടൊന്ന് കരണ്ടി ഉപയോഗിച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മണത്തങ്കാളിയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ 1 സ്പൂണാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ ആ പച്ചവാസന മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇത് സ്റ്റവ് ഒന്ന് ഫുള്ളിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള മണത്തങ്കാളിയും ഉള്ളിയും പച്ചമുളകും അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ചൊന്ന് വെന്ത് വരട്ടെ. കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 മൂടി തേങ്ങ ചിരവിയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കറി തേങ്ങയെല്ലാം കൂട്ടി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിക്കാം.
കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.